ഹലോ എവരി വൺ വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിൽ മൊഡ്യൂൾ 4 ഇന്റർപൊളേഷൻ ആൻഡ് ഡെസിമേഷൻ എന്നൊരു ടോപ്പിക് ഉണ്ട്. ഇത് മൾട്ടി റേറ്റ് സിഗ്നൽ പ്രോസസ്സിംഗിനകത്ത് വരുന്നതാണ്. ഇപ്പം ലാസ്റ്റ് ഇയർ ഡിസംബർ 2022 ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഇന്ന് ഇന്റർപൊളേഷൻ ആൻഡ് ഡെസിമേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വാട്ട് ഈസ് മൾട്ടി റേറ്റ് സിഗ്നൽ പ്രോസസ്സിംഗ്, ഒബ്റ്റെയിൻ ഇന്റർപൊളേറ്റഡ് ആൻഡ് ഡെസിമേറ്റഡ് വേർഷൻസ് ഓഫ് ദ സീക്വൻസ് എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട് ബൈ എ ഫാക്ടർ 2. ഇതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പം മൾട്ടി റേറ്റ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമ്പിളിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പം സാമ്പിളിംഗ് സിസ്റ്റത്തിനകത്ത് സാമ്പിളിംഗ് റേറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ചില സിസ്റ്റത്തിനകത്താണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സാമ്പിളിംഗ് റേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. മീൻസ് മോർ ദാൻ വൺ സാമ്പിളിംഗ് റേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഉള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ ഈ മൾട്ടി റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദ പ്രോസസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ അറ്റ് ഡിഫറെൻറ്റ് സാമ്പിളിംഗ് റേറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സിസ്റ്റം ഈസ് കോൾഡ് മൾട്ടി റേറ്റ് സിഗ്നൽ പ്രോസസ്സിംഗ്. ഇപ്പം നമ്മളൊരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് സാമ്പിളിംഗ് റേറ്റ്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സിസ്റ്റത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ മൾട്ടി റേറ്റ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ആ ഒരു discrete time system that employs sampling rate conversion while processing the discrete time signal is called multi-rate DSP system. ഇപ്പോൾ ഈ മൾട്ടി റേറ്റ് കൺവേർഷൻസ് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുന്ന ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിനെയാണ് നമ്മൾ മൾട്ടി റേറ്റ് DSP സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഒരു സിസ്റ്റത്തിന് നമുക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ ഒരു സിംഗിൾ സാമ്പിളിംഗ് റേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ സാമ്പിളിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ ഈ മൾട്ടി റേറ്റ് സിഗ്നൽ പ്രോസസ്സിങ്ങിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ ഡൊമൈനിൽ തന്നെ ഡിഫറെന്റ് സാമ്പിളിംഗ് റേറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് മോർ ദാൻ വൺ സാമ്പിളിംഗ് റേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അത് ആ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് പാർട്സിലായിരിക്കും നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞു മോർ ദാൻ വൺ സാമ്പിളിംഗ് റേറ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതായത് നമുക്ക് ആ സാമ്പിൾ റേറ്റ് ഒന്നെങ്കിൽ ഡിക്രീസ് ചെയ്യാം അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യാം. ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൗൺ സാമ്പിളിംഗ് എന്ന് പറയും. അതായത് റെഡ്യൂസിങ് ദ സാമ്പിൾ റേറ്റ് ഓഫ് സാമ്പിളിംഗ്. അതുപോലെ അപ്പ് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് സാമ്പിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾസ്. അപ്പം ഈ മൾട്ടി റേറ്റ് DSP എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് സാമ്പിളിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഡിക്രീസ് ചെയ്യുന്നതിന് നമ്മൾ ഡൗൺ സാമ്പിളിംഗ് എന്ന് പറയും. ഇൻക്രീസ് ചെയ്യുന്ന സാമ്പിളിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വി കോൾ ഇറ്റ് ആസ് അപ്പ് സാമ്പിളിംഗ്. ഈ ഡൗൺ സാമ്പിളിങ്ങിന്റെ വേറൊരു നെയിമാണ് നമ്മൾ ഡെസിമേഷൻ എന്നും പറയും. അതുപോലെ അപ്പ് സാമ്പിളിങ്ങിന് വി ഓൾസോ കോൾ ഇറ്റ് ആസ് ഇന്റർപൊളേഷൻ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇതിനകത്ത് ഇപ്പോൾ സാമ്പിളിംഗ് റേറ്റ് കൺവേർഷൻ എന്നൊരു ടേം ഉണ്ട്. ഇപ്പം അതിന്റെ വേർഡ് മീനിങ് എന്നാണ്, സാമ്പിളിംഗ് റേറ്റ് കൺവേർട്ട് ചെയ്യുക. അതായത് ഒരു സാമ്പിളിംഗ് റേറ്റിൽ നിന്ന് വേറൊരു സാമ്പിളിംഗ് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, സാമ്പിളിംഗ് റേറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് ഡിക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്യുന്നതിനെ വി കോൾ ഇറ്റ് ആസ് up sampling, decrease in we call it as down sampling. The process of converting a signal from one sampling rate to another sampling rate, that process is called as sampling rate conversion. There are two ways of sampling rate conversion. One is down sampling and second one is up sampling. In down sampling we will reduce the number of samples, and in up sampling we will increase the number of sampling. Down sampling in the വേറൊരു നെയിം ആയിരുന്നു, we call it as decimation, and up sampling we call it as interpolation. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഈ ഡൗൺ സാമ്പിളിങ് പറഞ്ഞിരിക്കുകയാണ് പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ സാമ്പിളിംഗ് റേറ്റ് ബൈ ആൻ ഇൻറ്റിജർ ഫാക്ടർ D or M. ഓക്കെ, നമ്മൾ D അല്ലെങ്കിൽ M രണ്ട് നൊട്ടേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡൗൺ സാമ്പിളിങ്ങിൽ നമ്മൾ സാമ്പിളിംഗ് റേറ്റ് റെഡ്യൂസ് ചെയ്യാണ്. ആ ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ D വെച്ച് റെപ്രസെന്റ് ചെയ്യും അല്ലെങ്കിൽ M വെച്ച് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ അപ്പ് സാമ്പിളിംഗ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇൻക്രീസിങ് ദ സാമ്പിളിംഗ് റേറ്റ്. ആ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടറിന് നമ്മൾ ഒന്നെങ്കിൽ ഇന്റർപൊളേഷന്റെ അത് വെച്ചിട്ട് I അല്ലെങ്കിൽ ഫാക്ടർ വെച്ചിട്ട് L. അപ്പോൾ ഈ നൊട്ടേഷൻസ് മനസ്സിലാക്കി വെക്കണം. ഡൗൺ സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനദർ നെയിം ഡെസിമേഷൻ ആണ്. അവിടെ നമ്പർ ഓഫ് സാമ്പിൾസ് റെഡ്യൂസ് ചെയ്യാണ്. അത് റെഡ്യൂസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ D ആയിരിക്കും അല്ലെങ്കിൽ M ആയിരിക്കും. അപ്പ് സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഐദർ I or L.
ഇനി ആ ഒരു സിസ്റ്റത്തിന്റെ റെപ്രസെന്റേഷൻ വെച്ച് പറയുകയാണ്. ഡൗൺ സാമ്പിളിങ് നമ്മളിപ്പം കൊടുക്കുന്ന സിഗ്നൽ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് വൈ ഓഫ് എന്ന് പറയുന്നത് ഡൗൺ സാമ്പിളിങ്ങിന്റെ കേസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് എം എൻ എന്നാണ്. ഓക്കെ, എം കറസ്പോണ്ട്സ് ടു എന്തായിരിക്കും? ഡൗൺ സാമ്പിളിംഗ് ബൈ എ ഫാക്ടർ എം ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു സിസ്റ്റം എക്സ് ഓഫ് എൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡൗൺ സാമ്പിൾഡ് ബൈ എ ഫാക്ടർ എം. ഡൗൺ സാമ്പിൾ ആയതുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും വരുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ വൈ ഓഫ് എൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു എക്സ് ഓഫ് എം എൻ ആയിരിക്കും. ഓക്കെ, ആണ് എഴുതിയിരിക്കുന്നത്. ഒരു സിസ്റ്റം ഡൗൺ സാമ്പിൾ ആയതുകൊണ്ടാണ് ഡൗൺവേർഡ് ഡയറക്ഷന് ബൈ എ ഫാക്ടർ എം, ഇൻപുട്ട് എക്സ് എൻ, ഔട്ട്പുട്ട് എന്തായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ് ഓഫ് എം എൻ എന്നായിരിക്കും നമ്മൾ ഡൗൺ സാമ്പിളിങ്ങിൽ represent ചെയ്യുന്നത്. ഓക്കെ, എ ഡൗൺ സാമ്പിൾ സിഗ്നൽ എക്സ് എൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ സിംപ്ലി കീപ്പിംഗ് ദ എവറി mth സാമ്പിൾ ആൻഡ് റിമൂവിങ് m-1 സാമ്പിൾ ഇൻ ബിറ്റ്വീൻ ദ സാമ്പിൾസ്. നമുക്കിപ്പം ഈ പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇന്റർപോളേഷനും ഡെസിമേഷനും ചെയ്യണം, അതായത് അപ്പ് സാമ്പിളിങ്ങും ഡൗൺ സാമ്പിളിങ്ങും ചെയ്യണം. ബൈ എ ഫാക്ടർ 2 ആണ്. അപ്പോൾ എമ്മും എല്ലും 2 ആണ്. ഒരു സീക്വൻസ് വന്നിട്ടുണ്ടായിരുന്നു, എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1 to 8 സീക്വൻസ് വന്നിട്ടുണ്ട്. അതിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ നോർമലി പ്രോബ്ലംസ് ആണ് ചോദിക്കാറുള്ളത്. ഈ എഴുതിയിരിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ് ഓഫ് എൻ സീക്വൻസ് ഫ്രം 1 to 8 വരെയുള്ള എക്സ് ഓഫ് എൻ സീക്വൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഡെസിമേറ്റും ചെയ്യണം, ഇന്റർപോളേറ്റും ചെയ്യണം. അപ്പോൾ ഈ ഡെസിമേഷൻ അല്ലെങ്കിൽ ഡൗൺ സാമ്പിളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തുള്ള സീക്വൻസ് തരും. ഡൗൺ സാമ്പിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സാമ്പിൾസ് കുറയ്ക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു ഫാക്ടർ തന്നിരിക്കും, ഇപ്പോൾ 1 or 2 അങ്ങനത്തുള്ള ഫാക്ടേഴ്സ് തന്നിരിക്കും. അതിൽ എം ഈക്വൽ ടു വാല്യൂ വന്നിരിക്കും. ഇപ്പൊ ഇവിടെ ബൈ എ ഫാക്ടർ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഈക്വൽ ടു 2 ആണ്. അപ്പൊ അതെങ്ങനെ ഡൗൺ സാമ്പിളിന്റെ ഇത് ഈ വൈ ഓഫ് എൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എം ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടുപിടിക്കണം m-1. m-1 എന്ന് പറയുമ്പോൾ 2 - 1 ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 to 8 ഉള്ളത് നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്യാണ്, അതായത് നമ്പർ ഓഫ് സാമ്പിൾസ് റെഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വാല്യൂ ഉണ്ടല്ലോ ആ 1 അതുപോലെ നടത്തുക. എന്നിട്ട് ഈ m-1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്. ഈ ഓരോ സാമ്പിൾസ് വീതം എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഡൗൺ സാമ്പിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവിങ് m-1 ഇൻ ബിറ്റ്വീൻ ദ സാമ്പിൾസ്. അതായത് 1 എടുക്കുക, അതിന്റെ ഇടയ്ക്കുള്ള m-1, ഇവിടെ m-1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഓരോ സാമ്പിൾസ് റിമൂവ് ചെയ്യുക. അടുത്ത ഈ 3 എഴുതുക, അടുത്ത് 4 റിമൂവ് ചെയ്യുക, 5 എഴുതുക, 6 റിമൂവ് ചെയ്യുക, 7 എഴുതുക, 8 റിമൂവ് ചെയ്യുക. ഇതാണ് ഡൗൺ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് ഓഫ് തന്നിട്ടുണ്ടായിരുന്നു, ഡൗൺ സാമ്പിൾഡ് ബൈ എ ഫാക്ടർ 2 അല്ലെങ്കിൽ ഡെസിമേറ്റ് ബൈ എ ഫാക്ടർ 2 എന്ന് പറയുമ്പോഴത്തേക്ക് m-1 കണ്ടുപിടിക്കുക. ഇവിടെ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എഴുതിയിട്ട് ആ എത്രയാണോ m-1 വന്നത് അത്ര എലമെന്റ്സ് റിമൂവ് ചെയ്യണം. ഓക്കെ, സപ്പോസ് ഈ സെയിം ക്വസ്റ്റിനകത്ത് തന്നെ m ഈക്വൽ ടു 3 എന്നായിരുന്നെങ്കിൽ ഡൗൺ സാമ്പിൾ അല്ലെങ്കിൽ ഡെസിമേറ്റഡ് ബൈ ഫാക്ടർ 3 എന്നായിരുന്നെങ്കിൽ നമ്മൾ m-1 അതായത് 3 - 1 ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ 2 എന്ന് വരും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യത്തെ എലമെന്റ് 1 അതുപോലെ എഴുതുക, എന്നിട്ട് 2 എലമെന്റ്സ് റിമൂവ് ചെയ്യുക. അതായത് 2ഉം 3ഉം റിമൂവ് ചെയ്തിട്ട് നമ്മൾ 4 എഴുതും. അത് കഴിഞ്ഞിട്ട് 5ഉം 6 റിമൂവ് ചെയ്തിട്ട് നമ്മൾ 7 എഴുതും. ഓക്കെ, ഇതായിരിക്കും എന്തിന്റെ ആൻസർ എന്ന് പറയുന്നത് m ഈക്വൽ ടു 3 വരുവാണെങ്കിൽ. അപ്പം വീണ്ടും എന്തായി? ഇവിടെ 4 സാമ്പിൾസ് ആയിരുന്നു, നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്തപ്പോഴത്തേക്ക് എന്തായി? 3 സാമ്പിൾസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഓൾറെഡി എത്ര സാമ്പിൾസ് ഉണ്ടായിരുന്നു? 8 സാമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പം ഈ എം ഫാക്ടർ കൊടുക്കുന്നതനുസരിച്ചിട്ട് നമ്പർ ഓഫ് സാമ്പിൾസ് റെഡ്യൂസ് ചെയ്ത് വരും. നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. സപ്പോസ് നമുക്ക് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1 0 -1 2 4 6 2 1 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് സീക്വൻസ്. എന്നിട്ട് ഡെസിമേറ്റ് ബൈ ഫാക്ടർ 2 പറയുകയാണെങ്കിൽ m ഈക്വൽ ടു 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? വൈ ഓഫ് എൻ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ ഈക്വൽ ടു ഡെസിമേറ്റ് ചെയ്ത് ഇതാണ്, അല്ലെങ്കിൽ ഡൗൺ സാമ്പിൾഡ് അല്ലെങ്കിൽ ഡെസിമേറ്റ് അങ്ങനെയായിരിക്കും. വൈ ഓഫ് എൻ ഔട്ട്പുട്ട് ഈക്വൽ ടു ഫസ്റ്റ് സീക്വൻസ് എഴുതുക. എന്നിട്ട് എന്താണ്? m-1 അതായത് 2 - 1 ഈക്വൽ ടു 1 ആ എലമെന്റ് റിമൂവ് ചെയ്യുക. അത്ര എലമെന്റ്സ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ 0 റിമൂവ് ചെയ്യും, പിന്നെ എന്ത് റിമൂവ് ചെയ്യും? അടുത്ത 2 റിമൂവ് ചെയ്യും, അടുത്ത 6 റിമൂവ് ചെയ്യും,
നെക്സ്റ്റ് 1 റിമൂവ് ചെയ്യും. ആൻസർ എന്തായിരിക്കും വരുന്നത്? 1 മൈനസ് 1 4 2. ഓക്കെ, ഇതായിരിക്കും എൻ്റെ ഡൗൺ സാമ്പിൾ. സാമ്പിൾസ് നമ്പർ ഓഫ് സാമ്പിൾസ് റെഡ്യൂസ് ചെയ്തു. അതാണ് ഡൗൺ സാമ്പിളിംഗ് അല്ലെങ്കിൽ ഡെസിമേഷൻ ബൈ എ ഫാക്ടർ എം. അത് റെപ്രസെന്റ് ചെയ്യുന്നത് y ഓഫ് n ഈക്വൽ ടു എക്സ് ഓഫ് എം എൻ ആണ്. ഓക്കെ, എം എൻ ആണ്. ഇനി അടുത്ത എന്താണ്? ഇന്റർപൊളേഷൻ ആണ്. ഇന്റർപൊളേഷന് നമ്മൾ ഇപ്പോൾ ഒരു സിഗ്നൽ എക്സ് ഓഫ് എൻ ഉണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് y ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ ബൈ എൽ എന്നാണ്. എൽ എന്തായിരുന്നു? നമ്മളുടെ ഫാക്ടർ. ഓക്കെ, ഐ അല്ലെങ്കിൽ എൽ ആണ് സാമ്പിളിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടർ. അപ്പോൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഔട്ട്പുട്ടിൽ എൻ ബൈ എൽ ഫാക്ടർ ആയിട്ട് മാറും. മറ്റെടുത്ത് എം എൻ ആയിരുന്നു. ഇവിടെ അപ്പ് സാമ്പിളിംഗ് വരുമ്പോഴത്തേക്ക് എൻ ബൈ എൽ ആണ് വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് y ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ ബൈ എൽ ആണ്. ഓക്കെ, ഈ രണ്ട് രീതിയിലും റെപ്രസെന്റ് ചെയ്യാം അപ്പ് സാമ്പിളിംഗ് അല്ലെങ്കിൽ ഇന്റർപൊളേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പ് സാമ്പിളിംഗ് ദ സിഗ്നൽ എക്സ് ഓഫ് എൻ ബൈ എ ഫാക്ടർ എൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ എൽ മൈനസ് 1 ഈക്വലി സ്പേസ്ഡ് സീറോസ് ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് സാമ്പിൾസ്. അപ്പം നമ്മൾ ആ സെയിം ക്വസ്റ്റ്യൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ആ ക്വസ്റ്റിനകത്ത് എക്സ് ഓഫ് എന്നിനെ ഡെസിമേറ്റും ഇന്റർപൊളേറ്റും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ എ ഫാക്ടർ 2. നമ്മൾ ഡെസിമേറ്റ് ചെയ്തു, ഡൗൺ സാമ്പിൾ ചെയ്ത് അതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി അടുത്ത അപ്പ് സാമ്പിളിംഗ് ഇന്റർപൊളേഷൻ ചെയ്യുകയാണ്. ഇന്റർപൊളേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എക്സ് ഓഫ് എന്ന് ആ സീക്വൻസ് എഴുതി. ഇവിടെ ഇന്റർപൊളേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ആണ്. എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? എൽ മൈനസ് 1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് 1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എത്ര ആണോ വരുന്നത് അത്രയും സീറോസ് ഈ സീക്വൻസിന്റെ ഇടയ്ക്ക് ഇന്റർപൊളേറ്റ് ചെയ്യണം. അതാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം എക്സ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 ഇങ്ങനെ ആ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വൈ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? എൽ മൈനസ് 1 ഫൈൻഡ് ഔട്ട് ചെയ്യുക. എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ്. 2 മൈനസ് 1 ഈക്വൽ ടു 1. അപ്പം അത്രയും സീറോസ് ഓരോ സാമ്പിൾസിന്റെ ഇടയ്ക്ക് നമ്മൾ ഇന്റർപൊളേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യും. അപ്പം വൈ ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 0 ആഡ് ചെയ്യും. ഓക്കെ, ഈ 0 ആഡ് ചെയ്ത് പിന്നെ 2 എഴുതി, ഇതിനിടയ്ക്ക് ഒരു 0 ആഡ് ചെയ്തു, ഇതിനിടയ്ക്ക് 0, ഇതിനിടയ്ക്ക് 0, ഇതിനിടയ്ക്ക് 0, എല്ലാ സാമ്പിൾസിനിടയ്ക്ക് ഓരോ സീറോസ് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ സാമ്പിളിംഗ് റേറ്റ് എന്തായി? ഇൻക്രീസ് ചെയ്തു. ഇതാണ് ഇന്റർപൊളേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എൽ 2 ആയതുകൊണ്ടാണ് ഓരോ സീറോസ് വെച്ച് നമ്മൾ ആഡ് ചെയ്തത്. ഇനി സപ്പോസ് എൽ ഈക്വൽ ടു 3 ആയിരുന്നെങ്കിൽ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എൽ മൈനസ് 1, അതായത് 3 മൈനസ് 1 ഈക്വൽ ടു 2 വരും. അപ്പോൾ എന്ത് ചെയ്യും? ഓരോ സാമ്പിൾസിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു 0 വരെ 2 0 വെച്ച് നമ്മൾ ആഡ് ചെയ്യും. അപ്പം 1 0 0 2, പിന്നെ 0 0 3, 0 0 4, 0 0 5, 0 0 6, 0 0 7, 0 0 8. വീണ്ടും അതിന്റെ സാമ്പിളിംഗ് റേറ്റ് കൂടി. ഇതാണ് ഇന്റർപൊളേഷൻ അല്ലെങ്കിൽ അപ്പ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി റേറ്റ് സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പിളിംഗ് റേറ്റ് ആയിരിക്കത്തില്ല, നമുക്ക് ഡിഫറെന്റ് സാമ്പിളിംഗ് റേറ്റ്സ് ഡിജിറ്റൽ ഡൊമൈനിൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്ന സിഗ്നൽ പ്രോസസ്സിങ്ങിനാണ് നമ്മൾ മൾട്ടി റേറ്റ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അത് സാമ്പിളിംഗ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഒന്നെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക. ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ അപ്പ് സാമ്പിളിംഗ് എന്ന് പറയും അല്ലെങ്കിൽ ഇന്റർപൊളേഷൻ എന്ന് പറയും. ഡിക്രീസ് ചെയ്യുന്നതിന് നമ്മൾ ഡൗൺ സാമ്പിളിംഗ് അല്ലെങ്കിൽ ഡെസിമേഷൻ എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡൗൺ സാമ്പിളിംഗ് ആണ് പഠിക്കുന്നത്, ഡെസിമേഷൻ ആണ്. അപ്പോൾ അത് വൈ ഓഫ് എൻ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് ഓഫ് എം എൻ എന്ന് വരും. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ എം മൈനസ് 1 ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത്ര എലമെന്റ്സ് നമ്മളങ്ങ് ഒഴിവാക്കുക. അപ്പം എന്ത് ചെയ്യും? സാമ്പിൾ കുറയും. അതാണ് ഡൗൺ സാമ്പിളിംഗ് അല്ലെങ്കിൽ ഡെസിമേഷൻ. ഇന്റർപൊളേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് സാമ്പിളിംഗ് ആണ്, സാമ്പിളിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യാണ്, നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻക്രീസ് ചെയ്യും. അതിന് നമ്മൾ എൽ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഓഫ് എൻ ബൈ എൽ ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അപ്പം ബൈ എ ഫാക്ടർ 2 എന്ന് പറയുകയാണെങ്കിൽ എൽ മൈനസ് 1, അതായത് 2 മൈനസ് 1, അപ്പം 1 സീറോസ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പം ഈ സെയിം ക്വസ്റ്റിന് നമ്മൾ അപ്പ് സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഒരു എക്സാമ്പിൾ ഇട്ടില്ലായിരുന്നു നേരത്തെ, സെയിം എക്സാമ്പിൾ. അപ്പ് സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്റർപൊളേഷൻ ബൈ എ ഫാക്ടർ 2 മീൻസ് എൽ ഈക്വൽ ടു 2. ഇപ്പോൾ എന്ത് വരും? വൈ ഓഫ് എൻ മീൻസ് ഇന്റർപൊളേഷൻ അല്ലെങ്കിൽ അപ്പ് സാമ്പിളിംഗ് വൈ ഓഫ് എൻ ഈക്വൽ ടു ഈ സീക്വൻസിനകത്ത് എൽ 2 ആണ്. അപ്പോൾ 2 മൈനസ് 1 ഈക്വൽ ടു 1. അപ്പോൾ 1 0 എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓരോ സീക്വൻസിനിടയ്ക്ക് 1 0 ആഡ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് എഴുതി ഒരു 0, പിന്നെ ഈ 0 എഴുതി, ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് വരും? പിന്നെ നെക്സ്റ്റ് -1 വരും,
ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് വരും? 0 വരും, പിന്നെ 2 വരും, 0 വരും, 4 വരും, 0 വരും, 6 വരും, 0 വരും, 2 വരും, 0 വരും, 1 വരും. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്തത്? ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇടയ്ക്ക് ഓരോ സീറോസ് നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ സാമ്പിളിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് ഇതാണ് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണമാണ് മൾട്ടി റേറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്, ഇന്റർപോളേഷനും ഡെസിമേഷനും. അതിനകത്ത് ഡൗൺ സാമ്പിളിങ്ങിൽ നമ്മൾ ബൈ എം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെസിമേഷൻ എന്ന് പറയും. അപ്പ് സാമ്പിളിങ്ങിൽ അപ്പർ ആരോ ആണ് എൽ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്, വി കോൾ ഇറ്റ് ആസ് ഇന്റർപോളേഷൻ. ഡൗൺ സാമ്പിളിംഗ് we call it as decimation, and up sampling we call it as interpolation. ഇതാണ്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്താൽ മതി. ഡൗൺ സാമ്പിളിംഗ് ആണെങ്കിൽ എം ആയിരിക്കും ഫാക്ടർ, M-1 ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത്ര എലമെന്റ്സ് അങ്ങ് ഒഴിവാക്കുക ഓരോ സാമ്പിൾസിന്റെ ഇടയ്ക്ക്. അടുത്ത അപ്പ് സാമ്പിളിംഗ് ആണ്, ഇന്റർപോളേഷൻ ആണെങ്കിൽ എല്ലായിരിക്കും ഫാക്ടർ, L-1 ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത്രയും സീറോസ് ഓരോ സാമ്പിൾസിന്റെ ഇടയ്ക്ക് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസി.